ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകീനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ശിവജ്വരവും നാരായണജ്വരവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. നാരായണജ്വരം ഇല്ലെങ്കിൽ ശിവജ്വരത്തിൻ്റെ പ്രത്യേകത അഗ്നി ആണ്, ഇല്ലെങ്കിൽ അനേകം സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകുന്ന അത്രമാത്രം തപം ഉണ്ടാകുന്നു. അപ്പം മരണസമയത്ത് തന്നെ മരണം സംഭവിക്കുന്നത് ഈ ശിവജ്വരവും ഇല്ലെങ്കിൽ ശൈവമായ ഈ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ശരീരത്ത് താപം വർദ്ധിക്കും. 107 ഡിഗ്രി 110 ഡിഗ്രിയൊക്കെ ശരീരം മരണസമയത്ത് ഹീറ്റാകുന്ന പറയുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നാരായണജ്വരം ആ ശരീരത്ത് ബാധിക്കുമ്പോൾ അവിടെ അതിശൈത്യമുണ്ടാകും. ആ സംഘർഷത്തിൽ ശൈത്യം നാരായണജ്വരം വിജയം നേടുമ്പം തപമില്ലാതെ വരികയും ഇല്ലെങ്കിൽ താപമില്ലാതെ വരികയും ശരീരം അതിശൈത്യത്താൽ നിർജീവമായി തീരുകയും ചെയ്യും. അതിൽ നിന്ന് ജീവൻ ധ്വംസിക്കപ്പെടും. ആ സമയത്താണ് ശരിക്കും മരണം സംഭവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ശിവജ്വരവും നാരായണജ്വരവും തമ്മിലുള്ള ആ സംഘർഷത്തിൽ നാരായണജ്വരം ജയിക്കുമ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ശിവജ്വരം പ്രയോഗിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണന് നാരായണജ്വരം പ്രയോഗിക്കുകയല്ലാതെ മറ്റു പോംവഴി ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ആദിനാരായണന് നാരായണജ്വരം എന്ന ആയുധത്തിൻ്റെ നിയന്താവാണ്. നാരായണജ്വരം പ്രയോഗിച്ചതോടെ രണ്ട് ജ്വരങ്ങളും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു. അത്യുഷ്ണത്തെ അതിശൈത്യം നേരിടുമ്പോൾ അത്യുഷ്ണം ക്രമേണ കുറഞ്ഞ് വരുന്നത് സ്വാഭാവികമാണ്. ഇത് തന്നെയാണ് നാരായണജ്വരവും ശിവജ്വരവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും സംഭവിച്ചത്. അതായത് അഗ്നിയെ ഇല്ലാതെയാക്കാൻ ജലം കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് അതായത് അതീവ താപത്തെ നേരിടാൻ അതീവ ശൈത്യം തന്നെ വേണം എന്നർത്ഥം. ക്രമേണ ശിവജ്വരത്തിൻ്റെ താപനില തീരെ താഴെ വന്നു. ശിവജ്വരം സഹായത്തിന് വേണ്ടി ശിവനെ വിളിച്ച് കരഞ്ഞു. പക്ഷേ നാരായണ ജ്വരത്തിൻ്റെ മുമ്പിൽ ശിവന് അവനെ സഹായിക്കാനായില്ല. ശിവനിൽ നിന്ന് സഹായം കിട്ടാതെ വന്നപ്പോൾ ഇനി സാക്ഷാൽ നാരായണനായ ഭഗവാൻ കൃഷ്ണനെ തന്നെ അഭയം പ്രാപിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് ശിവജ്വരത്തിന് മനസ്സിലായി. ദേവന്മാരിൽ മുഖ്യനായിരിക്കുന്ന ശിവന് സഹായിക്കാനാവില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം എന്ത് പറയാനാണ്? അതിനാൽ ആത്യന്തികമായിട്ട് ശിവജ്വരം ഭഗവാൻ കൃഷ്ണന് മുമ്പിൽ കീഴടങ്ങി. ഭഗവാൻ പ്രസാദിച്ച അഭയം നൽകട്ടെ എന്ന് കരുതി പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു വണങ്ങി. അതായത് ശിവൻ സംഹാരമൂർത്തിയാണ്. ആ ശിവനിൽ നിന്ന് പുറപ്പെട്ട ശിവനാൽ അയക്കപ്പെട്ട ശിവജ്വരത്തിനെ സഹായിക്കാൻ ഈ അയച്ച ആൾക്ക് സാധിക്കാതെ വരിക. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടാവും. സൃഷ്ടിച്ച വസ്തുവിൻ്റെ നാശത്തെ തടയാൻ പറ്റാതിരിക്കുക. നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. നമ്മളെ സൃഷ്ടിച്ച ഒരാൾക്ക് നമുക്ക് സൃഷ്ടിയില്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ശരീരത്തെ നാശം സംഭവിക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈശ്വരനെ പോലും നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ശരീരത്തിലുള്ള ഈശ്വരൻ്റെ ശക്തി പോലും ആ ശരീരം വിട്ടു പോകുകയല്ലാതെ നിവൃത്തിയില്ല എന്നർത്ഥം. അപ്പോൾ ശരണം പ്രാപിക്കുക ഈശ്വരനെ. അപ്പോൾ അതുകൊണ്ട് ശിവജ്വരം എന്ന് പറയുന്നത് ശരീരവും പ്രത്യക്ഷത്തിലുള്ള ഈ അപരാശക്തിയുടെ പ്രഭാവത്തെയാണ് ശിവജ്വരം എന്ന് പറയുന്നത്. നാരായണജ്വരം എന്ന് പറയുന്നത് ആ നാരായണൻ്റെ സാക്ഷാൽ സൃഷ്ടികർത്താവായിരിക്കുന്ന നാരായണൻ്റെ ശക്തിയാണ്. അപ്പം ആ അപരാശക്തി കൊണ്ട്, ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിച്ച ശിവജ്വരത്തെ സഹായിക്കാൻ പ്രപഞ്ചഭൂതങ്ങളുടെ അധിപനായിരിക്കുന്ന ശിവന് പോലും സാധിക്കാതെ വന്നു എന്നർത്ഥം. അതായത് ഈ ഭൗതിക വസ്തുക്കളുടെ നാശം ഭൗതിക വസ്തുക്കളുടെ സൃഷ്ടികർത്താവിന് പോലും അതിനെ രക്ഷിക്കാൻ സാധ്യമല്ല. അതിൻ്റെ നാശം ലംഘിക്കാൻ പറ്റാത്തതാണ്, അലംഘനീയമാണ് എന്നർത്ഥം.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഇതിൽ നിന്നും ഈ ബാണാസുര യുദ്ധത്തിൽ ശിവജ്വരവും നാരായണജ്വരവും തമ്മിൽ ഉള്ള യുദ്ധത്തിൻ്റെ യഥാർത്ഥ തത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതികമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരമടക്കം അത് ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അപരാശക്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള ഈ ശരീരത്തിന് ഒരു ഘട്ടത്തിൽ നാശം തന്നെ സംഭവിക്കും. അതിനെ സഹായിക്കാൻ ഈ അപരാശക്തിക്ക് കാരണക്കാരനായിരിക്കുന്ന പരാശക്തിക്ക് പോലും സാധ്യമല്ല, തടയാൻ സാധ്യമല്ല എന്നർത്ഥം. അതാണ് ഇവിടെ ശിവജ്വരം നാരായണനെ തന്നെ, സൃഷ്ടികർത്താവായിരിക്കുന്ന നാരായണനെ തന്നെ അഭയം പ്രാപിച്ചു. ആ നാരായണൻ പ്രസാദിച്ച അഭയം നൽകട്ടെ എന്ന് കരുതി പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തല കുനിച്ചു വണങ്ങി. ശിവൻ്റെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും അവസാനത്തെ ആയുധങ്ങൾ ഏറ്റുമുട്ടിയ ഈ സംഭവം ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അഥവാ പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു തെളിവ്, ഒരു രഹസ്യം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. കൃഷ്ണൻ്റെ സംരക്ഷണം ഉള്ളവനെ ആർക്കും വധിക്കാനാവില്ല. കൃഷ്ണൻ സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ ആർക്കും അയാളെ രക്ഷിക്കാനുമാകില്ല. ശിവനെ മഹാദേവൻ എന്നാണ് വിളിക്കുന്നത്. സൃഷ്ടി നടത്തുന്നതിനാൽ ബ്രഹ്മാവിനെയും മഹാദേവൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ സംഹരിക്കാനുള്ള ശക്തി ശിവനുണ്ട്. എന്നാൽ രണ്ടു പേർക്കും ഒരേ കഴിവേ ഉള്ളൂ, ബ്രഹ്മാവിന് സൃഷ്ടിക്കാനും ശിവന് സംഹരിക്കാനും. എന്നാൽ അവരിൽ ആർക്കും സംരക്ഷിക്കാനാവില്ല. ഭഗവാൻ വിഷ്ണുവിനെ സംരക്ഷിക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ സൃഷ്ടിക്കാനും സംഹരിക്കാനുമുള്ള കഴിവുകൾ കൂടിയുണ്ട്. ഇതാണ് വ്യത്യാസം. ഈ അവസ്ഥാത്രയത്തിൻ്റെ പ്രത്യേകത. ഇല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ്, സംഹരിക്കുന്ന ശിവൻ. ഒരാൾക്ക് സൃഷ്ടിക്കുക എന്നുള്ള ഒരൊറ്റ ഡ്യൂട്ടിയുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവരെ സംരക്ഷിക്കാനും സാധ്യമല്ല, ആ സൃഷ്ടിച്ച വസ്തുക്കളെ സംഹരിക്കാനും സാധ്യമല്ല. സംരക്ഷിക്കാനും ബ്രഹ്മാവിന് സാധ്യമല്ല, അതിനെ ഒന്നിനെ സംഹരിക്കാനുമുള്ള അധികാരമില്ല. എന്നാൽ ശിവനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കാൻ അധികാരമില്ല, സംഹരിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. അവിടെ ഒരാൾക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്യൂട്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ശിവനെ സംഹരിക്കാൻ മാത്രമേ സാധിക്കൂ, സൃഷ്ടിക്കാനും സാധ്യമല്ല, പരിപാലിക്കാനും സാധ്യമല്ല. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കാനും സാധിക്കും, പരിപാലിക്കാനും സാധിക്കും, സംഹരിക്കാനും സാധിക്കും. ഇവരുടെ മൂന്ന് പേരുടെ ശക്തി നാരായണനിൽ ഉണ്ട് എന്നർത്ഥം. ആവശ്യം വന്നാൽ സൃഷ്ടിക്കാനും സംഹരിക്കാനുമുള്ള കഴിവുകൾ കൂടിയുണ്ട്. വാസ്തവത്തിൽ ബ്രഹ്മാവല്ല സൃഷ്ടി നടത്തുന്നത്, കേവലം നിമിത്തം മാത്രമായിക്കൊണ്ട് ബ്രഹ്മാവിനെ ഒരു അധികാരം കൊടുത്തിരിക്കുന്നുള്ളൂ. എന്തെന്നാൽ ബ്രഹ്മാവ് തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ സൃഷ്ടിയാണ്, ശിവൻ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്, അഥവാ ബ്രഹ്മാവിന് ജനിച്ചവനാണ്. അങ്ങനെ വരുമ്പോൾ കൃഷ്ണന്, അതായത് നാരായണന് മാത്രമേ തന്നെ രക്ഷിക്കാനാവൂ എന്ന് ശിവജ്വരത്തിന് ബോധ്യമായി. അപ്പോൾ അവിടെ ഒരു ആത്മവിചാരം ഈ ശിവജ്വരം ചെയ്തിട്ടാണ് കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത്. കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നവരെ ശിക്ഷിക്കാനും അഥവാ അതിനെ വധിക്കാനും ആർക്കും സാധ്യമല്ല. എന്നാൽ കൃഷ്ണൻ രക്ഷിക്കാത്തവരെ രക്ഷിക്കാനും ആർക്കും സാധ്യമല്ല. അതിനാൽ അവൻ കൃഷ്ണനെ തന്നെ അഭയം പ്രാപിച്ച് കൂപ്പുകൈകളോടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഇനി ശിവജ്വരത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു സ്തുതിയാണ് നമുക്ക് കേൾക്കാനുള്ളത്. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുത്തേക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ. അവിടുത്തെ ശക്തി അപരിമേയമാണ്. അവിടുത്തെ കഴിവുകളെ ഉല്ലംഘിക്കാൻ ആർക്കും ആവുകയുമില്ല. അങ്ങനെ അവിടുന്ന് എല്ലാവരുടെയും നാഥനാകുന്നു. ഇവിടെ ശരിക്കും ശിവജ്വരം, ഇല്ലെങ്കിൽ ശിവജ്വരം എന്ന് പറയുന്നത് എന്താ? ഭഗവാന്റെ അപരാശക്തിയാണ് ശിവജ്വരം എന്ന് പറയുന്നത്. അതാണ് ഈ ശരീരത്തിൻ്റെ അധികാരം. അപ്പോൾ അതുകൊണ്ട് ആ അപരാശക്തിയെ സ്വയം ആത്മവിചാരം ചെയ്ത് ഈ അപരാശക്തി, അതായത് നശിക്കുന്നതായ അപരയായ വസ്തുക്കളുടെ, ഇല്ലെങ്കിൽ
നശിക്കുന്നതായ വസ്തുക്കളുടെ ശക്തിയാണ്, നിലനിൽപ്പിൻ്റെ ശക്തിയാണ് അപരാശക്തി എന്ന് പറയുന്നത്. അതിന് ആദി കാരണം നാരായണൻ പരാശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരാശക്തിയെ ശരണം പ്രാപിച്ച് ആത്മവിചാരം ചെയ്തു. എങ്ങനെയാണ്, എന്താണ് യഥാർത്ഥ ശക്തി, പരാശക്തി എന്ന് പറയുന്നത് ബോധ്യം വന്നപ്പോഴാണ് സ്തുതിക്കാനുള്ള കഴിവ് ഈ ശിവജ്വരത്തിന് തന്നെ ഉണ്ടായത് എന്നർത്ഥം. അങ്ങനെ അവിടുന്ന് എല്ലാവരുടെയും നാഥനാകുന്നു. ഭൗതിക ലോകത്തിൽ ഏറ്റവും ശക്തനായിരിക്കുന്ന വ്യക്തി ശിവനാണെന്ന് ജനങ്ങൾ കരുതുന്നു. ഞാനും കരുതിയിരുന്ന അങ്ങനെയൊക്കെ തന്നെ. എന്നാൽ ശിവൻ സർവശക്തനല്ല, അങ്ങ് സർവശക്തനാണ്. ഇതാണ് വാസ്തവം. അങ്ങയ്ക്ക് സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനുള്ള കഴിവുണ്ട്. ശിവനെ സംബന്ധിച്ചിടത്തോളം സംഹരിക്കാൻ മാത്രമേ, സൃഷ്ടിച്ച വസ്തുവിനെ സംഹരിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവാണ് ശിവനെ സൃഷ്ടിച്ചത്. ആദിമബോധവും ജ്ഞാനവും അങ്ങ് തന്നെയാണ്. അവ ബോധമോ ജ്ഞാനമോ കൂടാതൊന്നും ശക്തിയാവുകയുമില്ല. ഒരു ഭൗതിക വസ്തു വളരെ ശക്തമാണെന്ന് വരാം, എന്നാൽ അറിവിൻ്റെയോ അവബോധത്തിൻ്റെയോ സ്പർശമില്ലാതെ അതിന് പ്രവർത്തിക്കാനുമാകില്ല. ഒരു ഭൗതിക വസ്തു ഉണ്ടെങ്കിലും അതിനെ ഉപയോഗിക്കണമെങ്കിൽ അതെന്താണെന്ന് അറിയണം, എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം. ഇത് രണ്ടും, അതായത് യഥാർത്ഥ ഭൗതിക വസ്തുവിനെ പറ്റി ജ്ഞാനമില്ലാതെ, അതേപ്പറ്റി ബോധമില്ലാതെ ആ ഭൗതിക വസ്തുവിനെ പോലും പ്രത്യക്ഷത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. എന്നാൽ അറിവിൻ്റെയോ അവബോധത്തിൻ്റെയോ സ്പർശമില്ലാതെ ഈ ഭൗതിക വസ്തുക്കളൊന്നും പ്രവർത്തിപ്പിക്കാനാകില്ല. ഒരു ഭൗതിക യന്ത്രവും ഭീമവും അത്ഭുതകരമായിരിക്കാം, എന്നാൽ അതേക്കുറിച്ചുള്ള അവബോധവും ജ്ഞാനവും ഇല്ലെങ്കിൽ ആ ഭൗതിക യന്ത്രം തികച്ചും നിരുപയോഗപ്രദമാണ്. ഭഗവാനെ, അങ്ങ് ജ്ഞാനപൂർണനാണ്. അങ്ങയിൽ ഒരു തരിമ്പു പോലും ഭൗതിക മാലിന്യങ്ങളില്ല. സൃഷ്ടിയെ മുഴുവൻ സംഹരിക്കാൻ വേണ്ട സവിശേഷ ശക്തിയുള്ളതിനാൽ ശിവൻ മഹാശക്തനായിരിക്കുന്ന ദേവനായിരിക്കാം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളതിനാൽ ബ്രഹ്മാവും ശക്തനാണ്. എന്നാൽ ബ്രഹ്മാവോ ശിവനോ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ ആദികാരണമല്ല, അഥവാ ആദിമൂലനുമല്ല. അങ്ങ് നിരപേക്ഷ സത്യമാണ്, പരബ്രഹ്മമാണ്. അതാണ് ആദികാരണം. പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ ആദികാരണം നിർവ്യക്തമായ ബ്രഹ്മദീപ്തിയല്ല. ആ ബ്രഹ്മദീപ്തി അങ്ങിലാണ് വിലയം കൈക്കൊള്ളുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ നിർവ്യക്തിക ബ്രഹ്മത്തിൻ്റെ സ്രോതസ് ഭഗവാൻ തന്നെയാണ്. സൂര്യകോളത്തിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശം പോലെയാണ് ബ്രഹ്മദീപ്തി. അതിനാൽ നിർവ്യക്തക ബ്രഹ്മമല്ല ആദികാരണം. എല്ലാത്തിൻ്റെയും ആത്യന്തികമായ കാരണം കൃഷ്ണൻ്റെ പരമമായ ശാശ്വത രൂപമാണ്. ഭൗതികമായ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും നിർവ്യക്തക ബ്രഹ്മത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ കൃഷ്ണൻ്റെ നിത്യരൂപമായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഇല്ല. അതിനാൽ ഭഗവാനെ, അവിടുത്തെ ശരീരം ശാന്തി പൂർണ്ണവും ആനന്ദമയവും ഭൗതിക മാലിന്യങ്ങൾ അകന്നതുമാകുന്നു. ഭൗതികമായിട്ടുള്ള നാശം ഉള്ളതായിരിക്കുന്ന വസ്തു നശിക്കാതെ ഇരിക്കണമെങ്കിൽ അതിൽ പരാശക്തിയുടെ അംശം ശക്തിയായിട്ട് നിലനിൽക്കുന്നു എന്നർത്ഥം. അത് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ശക്തിയെയും അതിൻ്റെ ഗുണദോഷങ്ങളെ അറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട ക്രമത്തെയും യഥാവിധി അറിഞ്ഞിരിക്കണം. അപ്പം ആ ബോധം, ഇല്ലെങ്കിൽ ആ ബോധം ഇല്ലാത്തിടത്തോളം കാലം അത് എങ്ങനെ ഉപയോഗിക്കണം? നമ്മുടെ ശരീരം തന്നെ യഥാവിധി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ മുഴുവൻ ശരീരശാസ്ത്രത്തെ, അതിൻ്റെ പ്രവർത്തനം, പ്രതിപ്രവർത്തനങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് ആരുടെ ശക്തിയാലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ആത്യന്തികമായിട്ട് ആത്മവിചാരം വന്ന് ബോധമുണ്ടാകണം. ആ ബോധത്തിൽ വേണം ഈ അപരാശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രതിപ്രവർത്തനങ്ങളെയും അതിൽ നിന്നുണ്ടാകുന്ന കർമ്മത്തിൻ്റെ ഗതിവിഗതികളെയും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അതാണ് യഥാർത്ഥ അറിവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മവിചാരം, ആത്മബോധമില്ലാതെ നമുക്ക് ഈ ഭൗതിക ശക്തികളെ പോലും, നമ്മുടെ ശരീരത്തെ പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരും. അതാണ് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ശാരീരിക ഇല്ലെങ്കിൽ ഈശ്വരശക്തിയുടെ അവബോധം ഉണ്ടായാൽ മാത്രമേ ഈ ശരീരത്തെ പറ്റിയുള്ള അവബോധവും അതിനെ യഥാവിധി പരിപാലിക്കാനുള്ള ശക്തിയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ
ശരീരത്തെ പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ ഈ അവബോധം ശരീരത്തിലൂടെ നേടാൻ ശ്രമിക്കുമ്പോൾ ശരീരത്തിന് പോലും ക്ലേശങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസ ചേതസ അവ്യക്താഹി ഗതിർദുഃഖം ദേഹവർ അവിരവ്യാപ്യതേ. അപ്പോൾ ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാകുന്നത് കൊണ്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് ആരും എത്തപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും നമ്മൾ 99% ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ഭക്തിയുടെ ആധ്യാത്മ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഭൗതിക നേട്ടങ്ങൾ എന്തുണ്ടാക്കിയാലും വേണ്ടില്ല, അതിനെ രക്ഷിക്കാൻ സാധ്യമല്ല. നമ്മളെ സൃഷ്ടിച്ച ഈശ്വരന് പോലും ഈ ഭൗതികമായതിനെ ഒരു ലെവല് വിട്ടിട്ട് സംരക്ഷിക്കാൻ സാധ്യമല്ലെന്നാ. അപ്പോൾ നമ്മൾ തന്നെ വേണം ഇത് നിലനിൽക്കുന്ന അത്രയും കാലം ശരീരത്തെ യഥാവിധി സംരക്ഷിക്കാൻ. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ 125 വയസ്സ് വരെ എങ്ങനെയാണ് സ്വന്തം ശരീരം നിലനിർത്തിയത്. പുത്രപൗത്രന്മാരോ ഗ്രാഹസ്ഥ ജീവിതത്തെ പറ്റിയൊക്കെ ഇനി അടുത്ത അധ്യായത്തിലേക്ക് വന്നാൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അടുത്ത 2 അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭഗവാന്റെ ഗ്രാഹസ്ഥ ജീവിതത്തെ പറ്റി പറയുന്നത്. അപ്പം അതിൽ മുഖ്യമായിട്ട് ശരീരം കേടുവന്നിട്ട് ഇല്ലെങ്കിൽ രോഗം വന്ന് ശ്രീകൃഷ്ണൻ ഈ പ്രായത്തിനിടയ്ക്ക് 90 വയസ്സിലും ഇല്ലെങ്കിൽ 125 വയസ്സുവരെയും ഒരു നിമിഷം പോലും വേസ്റ്റാക്കാതെ പ്രവർത്തിച്ച ആളാണെന്നർത്ഥം. അപ്പോൾ പ്രതിപ്രവർത്തനങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ പറയുന്ന ഗതിവിഗതികളൊക്കെ പ്രകൃതിയെ മനുഷ്യജന്മം കിട്ടിയുകൊണ്ട് ശരീരത്തിൻ്റെ ഗതിവിഗതികളൊക്കെ സംഭവിച്ചെങ്കിലും അവിടെ പരാശക്തിയുടെ പ്രഭാവം ഭഗവാൻ എങ്ങനെയാണ് ശരീരത്തിലൂടെ പ്രകടമാക്കിയത് എന്ന് കൃത്യമായിട്ട് നമ്മളെ കാണിച്ചു തരിക ചെയ്തത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം മനുഷ്യാവതാരമില്ലേ, മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പൂർണ്ണത കൈവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയെ പോലും ആധാരമായിട്ട് നിൽക്കുന്ന ആ ആദികാരണനായിരിക്കുന്ന നാരായണനെ അറിഞ്ഞുകൊണ്ട് നാരായണൻ്റെ ശക്തിയെ തന്നിലേക്ക് ആവാഹിച്ച് അത് പ്രതിപ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ശരീരം ശക്തമായിട്ട് നിൽക്കൂ. അല്ലെ ശൈവമായിട്ടുള്ള ശക്തി കൊണ്ട് മാത്രം ശരീരത്തെ സംരക്ഷിക്കാൻ സാധ്യമല്ല. കാരണം ശൈവം പോലും ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. പഞ്ചഭൂതങ്ങളുടെ അധിപനായിരിക്കുന്ന ശിവന് മാത്രമേ അതിനെ സംഹരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിവന് പോലും അതിനെ രക്ഷിക്കാനുള്ള അധികാരമില്ല എന്നർത്ഥം. അത് പൂർണ്ണമായിട്ടും പരമേശ്വരനിൽ ഇല്ലെങ്കിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ആ പരാശക്തി നാരായണനിലാണ് പൂർണ്ണമായിട്ട് അധികാരം നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.